അല്ല, ഇത് മധു വളരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കൊട്ടാരക്കരയിൽ UDF കാൻഡിഡേറ്റ് ആയിട്ട് എന്റെ പേരൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ UDF ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണത്. അപ്പൊ ഞാൻ ആക്ച്വലി ആ സീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വതന്ത്രനായി മത്സരിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹത്തെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജേക്കബ് പോരുന്നു. അതിന് മുൻപ് തന്നെ NDAയുടെ കുറെ ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പൈസ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് എന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് വരുന്നതും. കൊട്ടാരക്കര സീറ്റ് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പ് നൽകാമെങ്കിൽ, ആരും 2020 അവിടെ ആളില്ല, 2020 സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്കൊരു സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർ ഉറപ്പ് മേടിച്ചു തരാം. എന്തായാലും വന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ ആരാണെന്നുള്ളത്. അഖിൽ മാരാറിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പോഴെന്നല്ല, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും, രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ വാക്ചാതുര്യം ഭയങ്കരമായിരുന്നു. പക്ഷെ ഇതെല്ലാം പോയി. 2020 ചേർന്നതോടെ ഇതെല്ലാം എവിടെയോ കളഞ്ഞുപോയി. അവിടെ പോയാൽ ഇപ്പം മലമറിച്ച് കളയാം. ജയിച്ചു കഴിഞ്ഞാൽ അരുൺകുമാർ എന്റെ പേര് ആദ്യം പറയണം, ഞാൻ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ വിതുമ്പി നിൽക്കുകയാണെന്ന് പറഞ്ഞ, വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ അഖിൽ മാരാർ. എന്തായാലും ഇപ്പൊ അഖിൽ മാരാറിന്റെ ന്യൂസൊക്കെ കൃത്യമായിട്ട് അരുൺകുമാർ വായിക്കുന്നുണ്ട്. 2020 വിട്ടതൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. 2020 വിടാനുള്ള കാര്യം എന്താണ്? കയ്യിലിരുന്ന കാശ് മൊത്തം ഇലക്ഷൻ കളിച്ച് പോയി. കയ്യിലിരുന്ന ഒരു വണ്ടി 20 ലക്ഷത്തിന് വാങ്ങിച്ചത് 10 ലക്ഷത്തിന് വിറ്റു. എനിക്കിതെല്ലാം കേൾക്കുമ്പോഴേ നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയ്ക്കകത്ത് അവസാനം ബിജു മേനോന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണെന്ന് വെച്ചാല്, മറ്റേവന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയത്തിലായ സ്ഥിതിക്ക് ഒരു സുഖം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ബിജു മേനോൻ ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പൊ കൂയി വിളിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട ചാൻസുകൾ പോയി. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മിണ്ടാതായി. എൻ്റെ അച്ഛൻ പോലും എന്നോട് മിണ്ടുന്നില്ല. അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണ്. എന്നെ മൊത്തത്തിൽ 2020 കൊണ്ടുപോയി തേച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വന്നിരിക്കുകയാണ്. തന്നെ പോയി വാങ്ങിച്ചതല്ലേ, എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചതല്ലയോ. ഞാൻ എന്തോ വലിയ സംഭവമാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ ഇങ്ങനെ ആൾക്കാർ വോട്ട് നയിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആയി പോയത്. പിന്നെ അതിന്റെ കൂട്ടത്തില് BJPയുടെ ഘടകകക്ഷി ആയതുകൊണ്ട് 2020 കുറച്ച് ക്യാഷ് കിട്ടും. അപ്പൊ സാബു ജേക്കബ് നമുക്കും കുറച്ച് തരും, ഇപ്പൊ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് കാല് വെച്ച് കൊടുത്തതാണ്. അല്ലാതെ ജനങ്ങളെ സേവിക്കാനാണോ ഈ പറയുന്ന മാരാർ പോയത്? അല്ല. മാരാറിന്റെ ഈ ഓരോ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, മാരാർ ഒരിക്കലും ജനസേവനത്തിനൊന്നും അല്ല അങ്ങോട്ട് പോയത്. കുറച്ച് ക്യാഷ് കിട്ടും, ജയിച്ചാൽ ഒരു ലോട്ടറി MLA ആകാം, പിന്നെ പറയണ്ടല്ലോ, വെച്ചടി കയറ്റുമായിരിക്കും. എന്തായാലും ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. കാശും കിട്ടിയില്ല, കയ്യിലിരുന്ന കാശിട്ട് പോവുകയും ചെയ്തു. MLA ആയോ? അതുമില്ല. അരുൺകുമാർ ആണെങ്കിൽ ആദ്യമേ ലീഡ് ചെയ്തെന്ന് വായിച്ചോ? അതുമില്ല. എന്തായാലും ഇനി ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിഷ്പക്ഷതയുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ഇനി എന്തോന്ന് വേണം നിഷ്പക്ഷത? താങ്കളുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എവിടെയാണോ താങ്കൾക്ക് പ്രയോജനം അവിടെയാണ് താങ്കൾ നിൽക്കത്തുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇലക്ഷൻ സമയത്ത് പിഷാരടിക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ അഖിൽ മാരാർ വന്നിരുന്നു. പക്ഷെ പിഷാരടിയാണ് ബുദ്ധിയുള്ള ആള്. പിഷാരടി കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. പക്ഷെ ആ മറുപടി ഇപ്പോഴും വൈറലാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കൃത്യമായി അഖിലിനെ മനസ്സിലാക്കിയ ഒരാൾ ഈ പറഞ്ഞ രമേശ് പിഷാരടിയാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. ഇതാണ് ഈ കൊടുത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലയോ? ഇതാണ് ഒറിജിനൽ കൊടുപ്പ്. ശരിക്കും അഖിൽ മാരാർ ഇത് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നേക്കണം. എന്നുവെച്ചാൽ അഖിൽ മാരാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ്. അഖിൽ മാരാർ കോൺഗ്രസിൽ നിന്നു. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സീറ്റിന്റെ പ്രശ്നത്തിൽ എന്തോ ധാരണ ഉണ്ടായില്ല. അപ്പോഴേ മറുകണ്ഠം ചാടി. ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. അപ്പോഴത്തേക്ക് എന്നെ 2020 എടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ചാടിക്കയറി പോയതാണ്. എല്ലാം ഈ സാബു ജേക്കബിന്റെ തലയിൽ വെച്ചിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല, രാമനാരായണൻ എന്ന് പറഞ്ഞ് ഒഴിയാനാണ് നോക്കുന്നത്. പക്ഷെ നാം സമ്മതിക്കുമോ? നമ്മൾ കണ്ടതല്ലേ കാട്ടിക്കൂട്ടിയതൊക്കെ. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. 5 ലക്ഷം 5 പൈസയൊന്നും ആരും കൊടുത്തിട്ടില്ല. തൃപ്പൂണിത്തുറ സീറ്റ് ഒരു പക്ഷേ ചില പൈസ ചെലവഴിച്ചപ്പോൾ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. പലതും പ്രോപ്പറായിട്ട് ഒട്ടിയിട്ടുമില്ല, പലതും പ്രോപ്പറായിട്ട് എത്തിയിട്ടുമില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ അവർ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ പൈസകൾ അവർ ചെലവാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എനിക്ക്
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ ഞാൻ തുടക്കത്തിൽ ചെയ്ത ചെലവുകളുടെ ഞാൻ ചെലവാക്കിയ പൈസകൾ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 പേരായിരുന്നു 2020 വേണ്ടി എന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ഫുൾ ടൈമറായിട്ടുണ്ടായിരുന്നു 2 പേർ. എന്തായാലും അഞ്ജലി നായരുടെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണ് അഞ്ജലി നായരും പറന്ന് നടക്കുന്നത്. എന്തായാലും അഞ്ജലി നായരും ഉടനെ തന്നെ പാർട്ടി വിടുമായിരിക്കും, അതറിയത്തില്ല. എന്തായാലും ശരി, ഇപ്പം അഖിൽമാരാർ പാർട്ടി വിട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കുത്തുവാള എടുത്തു. ആ കുത്തുവാള എടുത്തത് പോട്ടെ, അത് സഹിക്കാം. പക്ഷേ പരിപാടികളൊന്നും പഴയ പോലെ ആരും വിളിക്കുന്നില്ല. ഏകദേശം ഇവരൊക്കെ ഒരു സ്പോൺസർഷിപ്പിന്റെ പേരിലും ഒക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഒരുപാട് പരസ്യങ്ങൾ കിട്ടും, അതിലൊക്കെ ഇവർ പറയുന്നതാണ് റേറ്റ്. ആ റേറ്റ് കൊടുത്ത് ഇവരൊക്കെ ഒരു നല്ലൊരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് ആ കമ്പനികൾ ക്യാഷ് കൊടുത്ത് ഇവരെ കൊണ്ട് പരസ്യമൊക്കെ ചെയ്യിക്കും. ഓക്കെ, അതിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനകത്തുനിന്ന് ഒരു പകുതിയോളം പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. സാബു ജേക്കബ് ആണെങ്കിൽ അങ്ങനെയുള്ളതിനുള്ള പൈസ ഒന്നും കൊടുത്തില്ല, എന്റെ കയ്യിൽ നിന്നാണ് ഒരുപാട് ചെലവ് വന്നത്, പെണ്ണുമ്പോളയുടെ സ്വർണം വരെ പണയത്തിലാണെന്നാണ് പറയുന്നത്. പണയത്തിലോ വിറ്റെന്നൊക്കെയാണ് പറയുന്നത്. BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഞ്ജലി, എന്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെ പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. രാഷ്ട്രീയമായി എന്നെ പോലെ ഒരാൾ മത്സരിക്കുന്ന മണ്ഡലത്തിലും പുള്ളി ഇതാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും ചുരുക്കം പറഞ്ഞാൽ സാബു തേച്ചു എന്നുള്ളതാണ്. സാബു കാശ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിൽ നിന്നാണ് പൈസ പൊയ്ക്കൊണ്ടേയിരുന്നത്. സാബു ഇലക്ഷൻ ഫണ്ടായിട്ടോ ഒന്നും കൊടുത്തില്ല. ആകെ 2 പേരെ എങ്ങാണ്ട് കൂടെ വിട്ടുകൊടുത്തു. അതിനുശേഷം സാബുവിനെ കണ്ടിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. കിറ്റക്സ് സാബു അല്ലേ, നമുക്കറിയത്തില്ലേ കിറ്റക്സ് സാബുവിനെ. കിറ്റക്സ് സാബു മുങ്ങാൻ വിദഗ്ധനാന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തായാലും കിറ്റക്സ് സാബു ഇവരെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മുങ്ങി എന്നാ പറയുന്നത്. ചുരുക്കം പറഞ്ഞാല് അഖിൽമാരാർക്ക് അവിടെ വെറുത്തു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലയും വിലയും ഒന്നും ഇപ്പൊ ഇല്ല. ആരും മൈൻഡ് ചെയ്യുന്നില്ല. 70,000 ഫോളോവേഴ്സ് ഒക്കെ ചടപടേ നിറങ്ങിപ്പോയി. എങ്ങനെ പോകാതിരിക്കും? പുള്ളിക്കാരൻ ചോദിച്ച സീറ്റ് വേറെ, കൊടുത്ത സീറ്റ് വേറെ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ പോയെന്ന് പറഞ്ഞാലും അഖിൽമാരാർക്ക് കോൺഗ്രസിലായിരുന്നു ആദ്യം സീറ്റ് പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. അഖിൽമാരാർ ചർച്ച നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കോൺഗ്രസിൽ കിട്ടിയില്ല. അപ്പൊ നോക്കിയപ്പോ ഉണ്ട് അപ്പോൾ വേറെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാമെന്ന് ശ്രമിച്ചു. എന്നാൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചേക്കാൻ നിർത്തപ്പോഴാണ് ഡൽഹിയിൽ നിന്നും ആര് വിളിക്കുന്നത്? ഈ പറഞ്ഞ സാബു ജേക്കബ് ഫോൺ ചെയ്തിട്ട് ഇപ്പം പറഞ്ഞാൽ നമുക്ക് സീറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് സമ്മതിച്ചു കൊടുത്തു. പിന്നെ സാബു ജേക്കബ് ന്യൂസും കൊടുത്തു, ഈ പറഞ്ഞ അഖിൽമാരാർ പാർട്ടിയിലേക്കെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയെന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട്. എന്തായാലും കുത്തിയിരുന്ന് മെഴുകുന്നുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അവസാനം ഇത് വേണം നാളെ മാറ്റി പറയും കേട്ടോ. ഇത് രമേശ് പിഷാരടി പറഞ്ഞതുപോലെ വേണമെങ്കിൽ നാളെ മാറ്റി പറഞ്ഞു കളയും. സാബു നല്ലൊരു മഹാനായ പുരുഷനാണ്, ഞങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കളയും. ചിലപ്പോൾ ഇവർ തമ്മിൽ കോംപ്രമൈസിലൊക്കെ വരുമ്പോൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കണക്കുകൾ ഞാൻ കാണിച്ചത് 3 കോടി എന്നാണ്. എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഇപ്പം ജീവിക്കാൻ വേണ്ടി എടുത്ത് ചെലവഴിക്കേണ്ട അവസ്ഥയായി മാറുന്നു. അതേസമയം തന്നെ എവിടെ ചെന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ 2020 നിന്ന് പണം കിട്ടിയതുകൊണ്ടാണ് കേൾക്കേണ്ടി വരുന്നു. ചോദിച്ച സീറ്റ് കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞ സീറ്റ് നൽകിയില്ല, മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ചതിച്ചതിന് ശേഷവും അവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ നമ്മളുടെ അടുത്ത് ഒരു മര്യാദ പോലും ഇത്രയും നാളായിട്ട് കാണിച്ചിട്ടുമില്ല. കൊല്ലത്തെങ്ങാണ്ട് ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അഖിൽമാരാറിനെ ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞായിരുന്നു 2020. അതുപോലും അവർ മൈൻഡ് ചെയ്തില്ല. അവർക്ക് മതിയായി. അഖിൽമാരാർ ഇത്ര ഉള്ളത് 2020 മനസ്സിലായി. അപ്പൊ ഈ നാക്കുകൊണ്ടൊക്കെ ആയിരുന്നു ഈ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. 2020 എന്തായാലും തള്ളിക്കളഞ്ഞു. പിന്നെ പിള്ളേർക്ക് വെച്ചിരിക്കുന്ന സേവിങ്സിൽ നിന്നാണ് ഞാനിപ്പോൾ ചെലവ് കഴിയുന്നതെന്ന് പറയുന്നു. ഇതൊന്നും അല്ലായിരുന്നല്ലോ ആദ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, താങ്കളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് താങ്കൾ കൃത്യമായി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും താങ്കൾക്കൊരു വിഷയമേ അല്ലായിരുന്നു. പക്ഷെ താങ്കൾ ചെയ്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ പെട്ടെന്ന് തന്നെ 2020 പോവുകയും 2020 പോയിട്ട് നല്ല 2020 പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ ഈ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ സാബു ജേക്കബിനെ പകർത്തി 2020 പുകഴ്ത്തി എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ നേരെ തിരിഞ്ഞു പോയോ? പിഷാരടി പറഞ്ഞതുപോലെ ഒരു 2 വർഷം എന്തായാലും ഒരു ടെസ്റ്റിങ്ങിൽ ഇടുക. ഈ അഖിൽമാരാർ ഇപ്പൊ എവിടെ ചേർന്നെന്ന് പറഞ്ഞാലും ഏത് പാർട്ടി ചേർന്നെന്ന് പറഞ്ഞാലും 2 വർഷത്തേക്ക് ഒരു ടെസ്റ്റിങ്ങിൽ ഇട്ടേക്കണം. അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നത് കറക്റ്റാണ്. ഇത് ഏത് സമയത്ത് എങ്ങോട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ അഖിൽമാരാർക്ക് കിട്ടിയ പണി 8ന്റെ പണിയാണ്. അത് സ്വയമേ വരുത്തി വെച്ചതാണ്. ആരും കൊണ്ടുപോയി കൊടുത്തതൊന്നുമല്ല.
ഞാൻ രാഷ്ട്രീയ തത്വചിന്തകനാണ്, ഞാൻ പറയുന്നതാണ് രാഷ്ട്രീയം, ഞാൻ പറയുന്നതാണ് ശരിയാണ്. താങ്കൾ പറയുന്ന പല കാര്യങ്ങളിലോട് ഞാൻ യോജിച്ചിട്ടുള്ള ആളാണ്. അപ്പം യോജിക്കാത്ത കാര്യങ്ങളുണ്ട്, യോജിക്കുന്ന കാര്യങ്ങളുണ്ട്. കൂടുതലും യോജിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ താങ്കൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, താങ്കൾ 2020 ചേർന്നതിൽ പിന്നെ അച്ഛൻ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ കൂട്ടുകാർ മിണ്ടുന്നില്ല, പഴയ സൗഹൃദങ്ങളൊന്നും എനിക്ക് വരാൻ അതുപോലെ ഇല്ല, അല്ലെങ്കിൽ പരിപാടികൾക്കൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവരൊന്നും ഇപ്പൊ വിളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ തന്നെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, താങ്കൾ എത്രമാത്രം ബുദ്ധിശൂന്യനാണെന്നുള്ളത്, താങ്കൾ എത്രമാത്രം ചിന്തിക്കാതെയാണ് എടുത്ത് ചാടിയത് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, താങ്കൾ ജനങ്ങളെ സേവിക്കാനൊന്നും അല്ല ഈ പോയത്. ക്യാഷ് എന്താ അഖിൽമാരാർ വിചാരിച്ചു പൈസ കിട്ടും, എനിക്ക് ക്യാഷ് കിട്ടുമല്ലോ, നമ്മൾ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഫണ്ട് വരും, ആ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരാം, അപ്പൊ നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല, ജയിച്ചാലും തോറ്റാലും. അതല്ലായിരുന്നു മനസ്സിലിരിപ്പ്. പക്ഷെ സാബു ഇതിനേക്കാൾ വലിയ മനസ്സിലിരിപ്പുകാരനായിരുന്നു. എന്തായാലും തേച്ചു ഒട്ടിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും മെഴുകി വരുന്നുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥയാണ് ഇത്. സ്വയം വരുത്തി വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്വയമേ വരുത്തി വെച്ചതാണ്, ആരും കൊണ്ട് കൊടുത്തതൊന്നുമല്ല. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, ഒരു പ്രശ്നവും ഇല്ലാതെ അവനവന്റെ അഭിപ്രായവും പറഞ്ഞു. അവിടെ പോയി ചാണകത്തിൽ ചവിട്ടിയവരുടെ എല്ലാ അവസ്ഥ ഇതൊക്കെ തന്നെ. എനിക്ക് സിനിമ ചെയ്യാൻ അറിയാം, എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം, എനിക്ക് എന്റേതായ കാര്യങ്ങൾ നോക്കി ആരുടെയും സഹായമില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട്. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിൽ എനിക്ക് രാഷ്ട്രീയം പറയേണ്ടടുത്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. പാർട്ടിയിൽ ജോയിൻ ചെയ്യും അങ്ങനെയാണ്? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സ്വതന്ത്ര കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകും. ആ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എനിക്ക് ഇന്നലെകളിലും കിട്ടിയിട്ടുണ്ട്, നാളെയും കിട്ടും. പക്ഷെ ഞാൻ പറയുന്ന ഇന്നലെ കിട്ടിയായിരുന്നു, നാളെയും കിട്ടും. എന്നുവെച്ചാൽ ഇനി ഞാൻ സ്വതന്ത്രനായിട്ട് പഴയ പോലെ ഒരു പാർട്ടിയിലും ഇല്ല. പക്ഷെ ഞാൻ എല്ലാ പാർട്ടിക്കാരെയും വിമർശിക്കും, അത് വേറെ കാര്യം. ഇനി അങ്ങോട്ട് പോയാൽ മതി. മിക്കവാറും പഴയ ഒരു അക്സെപ്റ്റൻസ് ഒന്നും കിട്ടത്തില്ല എൻ്റെ അഖിൽമാരാർ അങ്ങനെ ഒരു കുഴിയിലാണ് പോയി ചാടിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അത് അഖിൽമാരാർക്ക് മനസ്സിലാവത്തില്ല. ഇനി അഖിൽമാരാർ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ അതിന് താഴോട്ട് വരുന്ന കമന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ 70,000 വലിയ പോയുള്ളൂ ഫോളോവേഴ്സ്. അതിൽ കൂടുതൽ പോകാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വിഷയത്തിന്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഞാൻ ദുരിതാശ്വാസ നിധിക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കും? സ്വതന്ത്രനായതുകൊണ്ടാണ് ആ വിശ്വാസം വരുന്നത്. അപ്പോൾ എനിക്കറിയാം, ശരികൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കുമ്പോൾ ഒന്നിന്റെയും ഭാരം എന്റെ മണ്ടയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ ചാപ്പ എന്റെ മണ്ടയിൽ അടിക്കാൻ പാടില്ല. ഞാനായി സംസാരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയം സംസാരിക്കും. ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായി തുടങ്ങി. ഇതൊക്കെ തന്നെയാണ് കാരണം 2020 വിടാൻ. അതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം പറയണമെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ലെന്ന്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ സ്വതന്ത്രനായിട്ട് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും എവിടെ ചവിട്ടിയിട്ട് വന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും പറയട്ടെ, അഭിപ്രായങ്ങൾ ആർക്കും പറയാം, അതൊന്നും കുഴപ്പമില്ല, കേൾക്കാം. അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കും. അതിന് എതിരെ അഭിപ്രായമുള്ളവരുണ്ട്, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ പഴയ പോലെ അക്സെപ്റ്റൻസ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഇനി പോകെ കണ്ടറിയണം. എന്ന് വെച്ചാൽ അതുപോലൊരു കുഴിയിലാണല്ലോ ചാടിയിട്ട് വന്നേക്കുന്നത്. ഞാൻ കരുതിയത് ആ ബിജെപിയുടെ വോട്ട്, അതായത് ഒരു അടിസ്ഥാനപരമായി അവർക്ക് കിട്ടേണ്ട വോട്ടുകളിൽ നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വോട്ടുകളെ നിയമസഭയിലേക്ക് എത്തിച്ചാൽ, അഡീഷണൽ എനിക്ക് വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ കോൺഗ്രസിനുള്ളിലെ വിള്ളലുകളും ഒക്കെ മുതലെടുത്തു കഴിഞ്ഞാൽ അത് 50,000-ലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ മത്സരം 3-1 ജയിക്കാൻ കഴിയും. കുറഞ്ഞ പക്ഷം 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഖിൽമാരാർ ശരിക്കും പെട്ടതാണെന്ന് അഖിൽമാരാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അഖിൽമാരാർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയപരമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ എന്നെ സഹായിച്ചില്ല, എനിക്ക് തുച്ഛമായ പൈസ തന്നുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് കടമായിരുന്നു, വണ്ടി വിറ്റു, അല്ല അതുപോലെ തന്നെ എന്നെ പഴയ പോലെ അക്സെപ്റ്റൻസ് ഒന്നും ഇല്ല, പരിപാടിക്കൊന്നും ആരും വിളിക്കത്തില്ല വലുതായിട്ട്, സ്പോൺസർ ഒന്നും പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അല്ലല്ലോ. വല്ലാത്തൊരു സ്വീകാര്യതയായിരുന്നു ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം. അഖിൽ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തൊരു കൊഴിഞ്ഞു പോക്കലൊക്കെ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ അഖിൽമാരാർക്ക് മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി 8ന്റെ പണി കിട്ടും, അതിലും നല്ലത് അവിടുന്ന് അങ്ങ് ഊരുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് നൈസായിട്ട് ഊരി വന്നത്. ഇതിലും ഭേദം അഖിൽമാരാർ പോയതിന്റെ ഉദ്ദേശം നോക്കുക, ജനസേവനം ഒന്നുമല്ല, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല താങ്കൾ ഇലക്ഷൻ നിൽക്കാൻ പോയതെന്നുള്ളത് നമുക്ക് ഇതൊക്കെ ഈ പത്രസമ്മേളനമൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തിനാണ് പോയതെന്നുള്ളത്. അത് സ്പഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫണ്ടൊക്കെ വരും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകത്തുമില്ല, എന്നാൽ കുറച്ച് ഫണ്ട് ബാലൻസ് വരും. ഇതൊക്കെ ന്യായമാണ്, മിക്ക രാഷ്ട്രീയക്കാരിലും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ സാബു താങ്കളെ തേച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഊരിയില്ലെങ്കിൽ ഇനിയും എൻ്റെ ഫോളോവേഴ്സിലും കമ്മി ഉണ്ടാവും. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല എന്നുള്ള കാര്യം അഖിൽമാരാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് മനസ്സിലായത് മാത്രമാണ് അഖിൽമാരാർ അവിടുന്ന് ചാടിയത്. ചാടാൻ ഒരു കാരണം നോക്കിയിരിക്കുമായിരുന്നു, ആ കാരണവും കിട്ടി, അഖിൽമാരാർ ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാർട്ടിയിലും പോകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിഷാരടിയാണ് എനിക്ക് ഇപ്പോഴും ഉദാഹരണമായിട്ട് പറയാനുള്ളത്. പിഷാരടി പറയുന്നതാണ് 2 വർഷം ഒബ്സർവേഷനിൽ ഇട്ടോളം, അതിനുശേഷം വേണം മറുപടി പറയാനെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.